ഹലോ ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ കേരളം കണ്ട ഒരു വലിയ ദുരന്തമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വയനാട് മലവെള്ള പാച്ചിൽ ഉരുൾപൊട്ടൽ. ഈ ദുരന്തങ്ങൾക്കിടയിലും ചില ആൾക്കാർ, ചില മനുഷ്യത്വമില്ലാത്ത ആൾക്കാർ കാണിച്ചു വെക്കുന്ന കുത്തിത്തിരിപ്പുകൾ, അതുപോലെ നന്മയുള്ള കുറേ മനുഷ്യർ, ഇവരെ പറ്റിയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ആദ്യം നമുക്ക് വയനാടിൻ്റെ ആ പഴയ നല്ല കാലങ്ങളിലെ ആ ഗ്രാമത്തിൻ്റെ നല്ല കാഴ്ചകളിലേക്ക് നമുക്ക് ആദ്യം പോകാം. ചൂരൽമല, വെള്ളരിമല, അവിടെ പുഴ കിട്ടാം. ഇത്ര മനോഹരമായ ഒരു ഭൂപ്രദേശമായിരുന്നു നമ്മുടെ ചൂരൽമല, ഈ വയനാട്, ഈ പ്രാന്തപ്രദേശങ്ങൾ. ഒരൊറ്റ നിമിഷത്തെ ഭൂമിയുടെ കോപം കൊണ്ടുണ്ടായ ഒരു ദുരന്തമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയ്ക്ക് നമ്മുടെ കേരളത്തിലല്ലാത്ത തമിഴ്നാട്ടിലുള്ള ഒരു വ്യക്തിയുടെ ബ്ലോഗ് കാണാൻ ഇടയായി. അദ്ദേഹം പറയുന്നത് നമുക്ക് ആദ്യം കാണാം. അദ്ദേഹത്തിൻ്റെ മനസ്സിൻ്റെ ആ നന്മ നമ്മൾ കണ്ടിട്ട് വീഡിയോയുടെ ഒരു നല്ല തുടക്കമായി നമുക്ക് അത് ആദ്യം കാണാം. கேரளாவோட சீஃப் மினிஸ்டர் பினராயி விஜயன் ஒரு முக்கியமான ரெக்வெஸ்ட்டை இந்தியன் கவர்மெண்ட் கிட்ட வச்சிருக்காங்க. சீக்கிரமா கேரளாக்கு இந்தியன் ஆர்மியை அனுப்புங்க, இந்தியன் ஏர்ஃபோர்ஸ் அனுப்புங்க, எங்களுக்கு தேவைப்படுறாங்க. அப்புறம் ரெஸ்கியூ எஃபர்ட்டுக்கு ஆள் பத்தல, இன்னமும் ஆட்களையும் நிறைய அனுப்புங்க. அண்ட் காப்பாற்றப்பட்டவங்களை வந்து நாங்கள் ரீஹாபிலிட்டேட் பண்ணோம், அதுக்கு ஃபண்டை ரிலீஸ் பண்ணுங்கன்னு சொல்லிட்டு ஏகப்பட்ட ரெக்வெஸ்ட்டை கேரளாவோட சீஃப் மினிஸ்டர் சென்ட்ரல் கவர்மெண்ட் கிட்ட வச்சிருக்காங்க. தமிழ்நாட்டோட சீஃப் மினிஸ்டர் MK ஸ்டாலின் இருந்துகிட்ட 5 கோடி ரூபாய் இமீடியட்டாக நாங்கள் கேரளாக்கு தரோம், இது போக நாங்கள் ஹெல்ப் பண்ணுவோம், சீக்கிரமாக எல்லாரும் பத்திரமா வாங்க அப்படிங்கிற ஒரு விஷயத்த சொல்லியிருக்காங்க. கேரளாவில் 2 நாளுக்கு ஸ்டேட் ஃபுல்லாக லீவ், துக்கம் அனுசரிக்கிறோம் அப்படின்னு சொல்லிட்டு ஹாலிடே கொடுத்துருக்காங்க. என்ன நடந்துட்டு இருக்குது கேரளாவில், அதுவும் எஸ்பெஷலி வயநாட்டில்,
அதை தான் இன்னைக்கு வீடியோவில் நம்ம டீட்டெயில்டாக பார்க்க போகிறோம். ஸோ லெட்ஸ் கெட் ஸ்டார்டட். ஹலோ எவ்ரிவான், நான் മദൻ ഗൗരി ആൻഡ് ഹലോ മൈ ഡിയർ MG സ്ക്വാഡ്. ഇനിയും നമുക്ക് കുത്തിത്തിരിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഔദ്യോഗികമല്ല അനൗദ്യോഗികമായ ചില വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ജാതി തിരിച്ചുള്ള വേർകൃത്യം കാണിക്കുന്നു. അവിടെ മരിക്കപ്പെട്ട ആൾക്കാരുടെ ജാതിയും മതവും നോക്കി അവരെ സഹായിക്കുന്നതിനുള്ള മാനദണ്ഡം നിശ്ചയിക്കുന്ന ചില നീചമായ കാഴ്ചകളാണ് ഓരോ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ നമ്മൾ കാണുന്നത്. ഔദ്യോഗികമായി ഈ രാഷ്ട്രീയ നേതാക്കന്മാരെല്ലാം തന്നെ ഒന്നിച്ച് പ്രവർത്തിക്കണം, അതുപോലുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ അനൗദ്യോഗികമായ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ ജാതിയും മതവും തിരിച്ചുള്ള ഇത്തരം നെറികേടുകൾ കാണിക്കാതിരിക്കുന്നതാണ് നമ്മുടെ കേരളത്തിൻ്റെ ഐക്യതയ്ക്കും നമ്മുടെ സാഹോദര്യത്തിനും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. പ്രമുഖ രാഷ്ട്രീയ നേതാക്കളല്ലാത്ത വാട്സാപ്പ്, ഫേസ്ബുക്ക് എന്നിവയിൽ കൂടെയുള്ള ചില പോസ്റ്റുകൾ കാണാനിടയായി. ഉദാഹരണമായി പറയുകയാണെങ്കിൽ പോരാളി ഷാജി, BJP കേരളം എന്ന് പറയുന്ന ഇങ്ങനെയുള്ള ഫേസ്ബുക്ക് പേജുകളൊക്കെ ഇടുന്ന ചില പോസ്റ്റുകൾ, ഞങ്ങളാണ് ഇത് ചെയ്തത് എന്ന് വരുത്തി തീർക്കുന്ന പോസ്റ്റുകൾ നമ്മുടെ സമൂഹത്തിന് ഒട്ടും ഗുണകരമല്ല. ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ ദയവായി ഒഴിവാക്കണം. ഒരു ദുരന്തമുഖത്ത് നമ്മുടെ കേരളത്തിലെ എല്ലാവരും സഹോദരന്മാരാണ്. എല്ലാം ജാതിയും മതവും മറന്നാണ് പ്രവർത്തിക്കുന്നത്. നമ്മളെല്ലാം ഒന്നുള്ള ചിന്തയുള്ള പോസ്റ്റുകൾ വേണമെന്ന് ഈ അവസരത്തിൽ ഞാൻ വിനയമായി ഈ പേജിൻ്റെയൊക്കെ അഡ്മിന്മാരോട് അപേക്ഷിക്കുകയാണ്. നമുക്കിനി അടുത്ത റിപ്പോർട്ടർ TVയിൽ വന്ന ഒരു ന്യൂസ് നമുക്ക് ശ്രദ്ധിക്കാം. ഈ കാണുന്ന ന്യൂസാണ് റിപ്പോർട്ടർ TVയിൽ വന്നത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകുക, വയനാടിനൊപ്പം നിൽക്കാം, മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാം എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ് റിപ്പോർട്ടർ TVയുടെ ന്യൂസ് ചാനലിൽ വന്നത്. ഈ വാർത്തയ്ക്ക് അടിയിൽ വരുന്ന കമൻറ്റുകളാണ് നമ്മളിനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. അതിൽ ആൾക്കാരുടെ മനോഭാവം എന്താണെന്ന് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത മനോഭാവമാണ്. അതിൽ പറയുന്നത് പ്രധാനമായും പിണറായി വിജയൻ ഈ പണം മുക്കും, അതുകൊണ്ട് പിണറായി വിജയൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകരുത് എന്നാണ് പറയുന്നത്. ഒരു സർക്കാർ സംവിധാനത്തിനല്ലാതെ മറ്റൊരു സംവിധാനത്തിനും ഇത്തരം ഒരു ദുരന്തമുകളിൽ നിന്ന് ആൾക്കാരെ രക്ഷിക്കാൻ കഴിയില്ല എന്ന ഒരു ബോധ്യം ഈ മനുഷ്യർക്കില്ല എന്നത് ഒരു വസ്തുതയാണ്. നമുക്ക് ആ കമൻറ്റുകളൊന്ന് വായിച്ചു നോക്കാം. ആദ്യത്തെ കമൻറ്റ്, സഹായിക്കുവാൻ കഴിയുന്നവർ നേരിട്ട് സഹായിക്കട്ടെ. എൻ്റെ പൊന്നെ, ഉള്ളത് നേരിട്ട് കൊടുത്തോളാം. ഈ നേരിട്ട് കൊടുക്കാമെന്ന് വെച്ചാൽ ആർക്ക് കൊടുക്കും എന്ന് നമ്മളൊന്ന് ആലോചിക്കണം. ഈ ശർക്കരപ്പാട്ടെ കൈയിട്ട് നടക്കാത്ത ടീമുകൾ ആരുമില്ല. നമ്മുടെ ഭരണ സംവിധാനം നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് തലത്തിൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുകയും എന്നാൽ ഉദ്യോഗസ്ഥ തലത്തിൽ വരുമ്പോൾ ചില വീഴ്ചകൾ ഉണ്ടാകുകയും ചെയ്യാറുണ്ട്. എങ്കിൽ തന്നെയും ഒരു ദുരന്തമുഖത്ത് സർക്കാർ സംവിധാനത്തെ വെല്ലാൻ ഒരു സംവിധാനം ഇന്ന് നിലവില്ല എന്ന കാര്യം നമ്മൾ പ്രത്യേകം ചിന്തിക്കുക. ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകിയിട്ട് വേണം പഴയതുപോലെ കമ്മികൾക്ക് വീതം വയ്ക്കുവാൻ. അർഹതപ്പെട്ടവരിൽ എത്തില്ലെന്ന് തീർച്ച. കുലംകുത്തികൾ വീതം വെച്ചെടുക്കും. ചോദിച്ചാൽ ഭീഷണിയും അക്രമവും. നേരിട്ട് കൊടുക്കുക. ഈ ലാബിൻ കള്ളൻ്റെ അക്കൗണ്ടിൽ ഇട്ട് നൽകരുത് എന്ന് നേരിട്ട് നൽകുകയാണ് ബുദ്ധി. അപ്പോൾ അവർക്ക് ലഭിക്കും. ഓ വേണ്ട, നേരിട്ട് എത്തിച്ചോളാം. ഇങ്ങനെയുള്ള കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു കമൻറ്റാണ് എനിക്ക് വളരെ വേദന ഉണ്ടാക്കിയത്, ഖേദകരമായ ഒരു കമൻറ്റ്. ആ കമൻറ്റ് നമുക്കിന്ന് വായിച്ചു നോക്കാം. ഇതൊരു ദുരന്ത മുഖമാണ്. ഇവിടെ രക്ഷാപ്രവർത്തനം പോലും കഴിഞ്ഞിട്ടില്ല. മരിച്ചവർ എത്രയെന്നോ അവരുടെ മൃതദേഹങ്ങൾ എത്രയെന്നോ പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. അതിനു മുൻപേ പുനർസൃഷ്ടിക്കാം എന്ന പേരിൽ പണം ആവശ്യപ്പെടുന്ന ഒരു നേതാവിനെ കണ്ടപ്പോൾ പുച്ഛം തോന്നി. ദുരന്തമുഖത്ത് പോലും ഖജനാവ് നിറയ്ക്കാൻ ഉപയോഗിക്കുന്നവരെ കാണുമ്പോൾ എന്താ പറയുക. വേദനയും ദുഃഖവും സങ്കടവും സകലവും വരുന്നുണ്ട്. ആർക്കൊക്കെയോ വേണ്ടി കൈയിട്ട് വരാൻ. ഈ കമൻറ്റിൻ്റെ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കണം. ഈ കമൻറ്റിൻ്റെ അടിയിൽ വന്ന ലൈക്കുകളുടെ എണ്ണം നമുക്ക് നോക്കിയാൽ അറിയാം. 844. ഞാൻ ഈ കമൻറ്റ് വായിക്കുന്ന സമയത്ത് 844 പേര് ലൈക്ക് അടിച്ചിരിക്കുന്നു. ഈ 844 പേരല്ല കേരളത്തിൻ്റെ ദുരന്തമുഖത്ത് വരുന്ന ആൾക്കാർ. ജാതിയും മതവും മറന്ന് രാഷ്ട്രീയവും മറന്ന് ഒത്തൊരുമയോടെ പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. പിന്നെ ഭരണവിരുദ്ധ വികാരം ഉള്ളത് സത്യമായ കാര്യമാണ്. പക്ഷേ ഇങ്ങനൊരു ദുരന്ത സമയത്ത് ഇങ്ങനെയൊരു ആരോപണങ്ങൾ കമൻ്റായി ഉന്നയിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. എന്തായാലും കേരളം ഒറ്റക്കെട്ടായിട്ട് നിൽക്കും. ഈ ദുരന്തമുഖത്തുള്ളവരെ സഹായിക്കാൻ കേരളത്തിലെ നന്മയുള്ള മനുഷ്യർ ധാരാളം ഈ കൂട്ടത്തിലുണ്ട്. അവരുടെ നന്മ നമ്മൾ തിരിച്ചറിയുകയും നമ്മൾ അവരെ സഹായിക്കുകയും ചെയ്യേണ്ട അത്യാവശ്യ ഘടകമാണ്. നമ്മളെ കൊണ്ട് കഴിയുന്ന
എല്ലാ സഹായങ്ങളും നമ്മൾ ഈ ദുരന്തമുഖത്ത് ചെയ്യേണ്ട ആവശ്യകതയുണ്ട്. നെഗറ്റീവ് കമൻറ്റുകൾ ഇട്ടതിനിടയ്ക്കും നല്ല കമൻറ്റുകളും വരുന്നുണ്ട്. അതിലെ ഒരു കമൻറ്റ് നമുക്ക് വായിക്കാം. 1000 വട്ടം തെളിഞ്ഞതാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്നത് 10 പൈസ അഴിമതി നടത്താൻ കഴിയാത്തതാണെന്ന്. പക്ഷേ ഒരു ദുരന്തമുഖം വന്നു കഴിഞ്ഞാൽ ദുരന്തങ്ങൾ ഇറങ്ങും, നേരിട്ട് കൊടുത്തോളാം എന്ന് പറഞ്ഞ് സമ്പൂർണ്ണ സാക്ഷരത പ്രബുദ്ധ കേരളം. ഇതൊരു സത്യസന്ധമായ കാര്യമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലെ ഫണ്ട് വകമാറ്റി ചിലവഴിക്കാൻ സാധ്യമല്ലാത്തതാണ്. ഇതിൻ്റെ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ വിവരാവകാശം എടുത്താൽ സാധിക്കും. പണ്ട് ഓക്കിയുടെ ആയാലും വെള്ളപ്പൊക്കത്തിൻ്റെ ആയാലും ഏത് വിഷയമായാലും നമുക്ക് ഇതിൻ്റെ ഡീറ്റെയിലൊക്കെ അറിയാൻ സാധിക്കുന്നതാണ്. വിവരാവകാശം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ഇതൊന്നും ചെയ്യാതെ ആരെങ്കിലും പറയുന്നത് കേട്ട് കുറ്റപ്പെടുത്തുന്ന കുറേ ആൾക്കാരാണ് നമുക്കിടയിലുള്ളത്. ഇത് നമ്മൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കേണ്ട ആവശ്യകതയുണ്ട്. ഈ അവസരത്തിൽ എനിക്ക് സർക്കാരിനോട് പറയാനുള്ളത്, ഗാഡ്ഗിൽ അതുപോലെ കസ്തൂരിരംഗൻ റിപ്പോർട്ട് ഇങ്ങനെയുള്ള പ്രകൃതിയുടെ ദുരന്തങ്ങളെപ്പറ്റി പഠിച്ചിട്ടുള്ള റിപ്പോർട്ടുകൾ അത് പഠിച്ച് പ്രകൃതിക്ക് ഇണങ്ങുന്ന രീതിയിൽ ആളുകളുടെ വാസസ്ഥലങ്ങൾ യോഗ്യമാക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഡാമുകൾ, നശിക്കാറായ ഡാമുകൾ അതിനെ പുനർജീവിപ്പിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുക. ഒരു ദുരന്തം വന്നിട്ടല്ല നമ്മൾ ഇതിനൊന്നും മുന്നോട്ട് പോകേണ്ടത്. ഇത്രയും ഓർപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ നമ്മുടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലൊക്കെ അവനവനെ കൊണ്ട് കഴിയുന്ന രീതിയിൽ സംഭാവന നൽകുക. ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിലും ഈ നമ്പർ കൊടുത്തിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ, IFSC കോഡ് ഇവയെല്ലാം കൊടുത്തിട്ടുണ്ട്. കഴിയുന്ന ആൾക്കാർ സംഭാവന നൽകുക. ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.